നമസ്കാരം. മൈൻഡ് ലാബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയം ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്ത തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വെമ്പായത്തുള്ള ശ്രീ ഹരികൃഷ്ണൻ സാറിന്റെ വീട്ടിലാണ്. തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൗണ്ട് പ്രൂഫിനും അക്കോസ്റ്റിക്കിനും വേണ്ടി നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോളിസ്റ്റർ അക്കോസ്റ്റിക് പാനലാണ്. നമ്മൾ ഈ തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ ഒപ്റ്റോമയുടെ HD30 HDR എന്ന മോഡലാണ്. ഇതൊരു DLP പ്രൊജക്ടറാണ്. ഇതിൽ മീഡിയ കൺവെർട്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് NVIDIA ഷീൽഡ് TV Proയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന AVR ഓഡിയോക്സിന്റെ AX7171 DTS എന്ന മോഡലാണ്. ഐസ് ബ്ലൂ കളർ നിയോൺ LED സ്ട്രിപ്പുകളാണ് ഇല്യൂമിനേഷന് വേണ്ടി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അരുൺ സാർ നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. ഈ വീട് വച്ചപ്പോൾ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ വെഞ്ഞാറമൂട് ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് മൈൻഡ് ലാബ് വെഞ്ഞാറമൂട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കിയ കാര്യം അറിഞ്ഞത്. വെഞ്ഞാറമൂടുള്ള പണി പോയി കാണുകയും അത് വളരെ നല്ല രീതിയിൽ, വളരെ ലോ ബഡ്ജറ്റിലാണെങ്കിലും വളരെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിന്റെ ഓണറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ഈ മൈൻഡ് ലാബിനെ കുറിച്ച് അറിയുകയും അജിത്തിന്റെ ഫോൺ നമ്പർ തരികയും ചെയ്തു. ഞാൻ അജിത്തിനെ കോൺടാക്ട് ചെയ്തു. വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അജിത്ത് വന്നു. 1-2 തവണ വന്ന് ഞാൻ ഈ ആഗ്രഹങ്ങളും ആ റൂമും എല്ലാം കാണിച്ചു കൊടുത്തു. പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ള ഓരോ സ്പെക്കുലേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും അതിന്റെ റേറ്റ് പുള്ളി പറയുകയും ഞാൻ മറ്റു പലയിടത്തുനിന്നും തിരക്കിയതിനേക്കാൾ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് തോന്നുകയും ചെയ്തു. ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ അജിത്തുമായിട്ട് സംസാരിച്ചു. ഒപ്റ്റോമയുടെ DLP പ്രൊജക്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ പ്രൊജക്ടറാണത്. പിന്നെ നമ്മൾ ഇതിന്റെ NVIDIA ഷീൽഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയ കൺവെർട്ടർ ആയിട്ട്. ആ മീഡിയ കൺവെർട്ടർ നമുക്ക് സൗണ്ട് സിസ്റ്റം വളരെ പെർഫെക്റ്റോട് കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ മൈൻഡ് ലാബിന്റെ സ്പീക്കേഴ്സും ഓഡിയോക്സിന്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 7.1 സൗണ്ട് സിസ്റ്റമാണ്. ഇത് വളരെ ഭംഗിയായിട്ട്, ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് അജിത്ത് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരുൺ സാറിന്റെ ഫാമിലി. മൈൻഡ് ലാബ് ചെയ്ത തിയേറ്ററിന്റെ അഭിപ്രായം നമുക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ അറിയാം. യഥാർത്ഥത്തില് ഞാൻ ഈ ഹോം തിയേറ്റർ ഉണ്ടാക്കിയത് സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല. ഞാനൊരു സ്പോർട്സ് പ്രേമിയാണ്. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോള് ഇതൊക്കെ എനിക്ക് ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഹോം തിയേറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഉള്ള എല്ലാ രീതിയിലും ഈ ഹോം തിയേറ്റർ റെഡിയാക്കി തന്ന അജിത്തിന് വളരെ നന്ദി. ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് കമ്പനി സ്പീക്കേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മൈൻഡ് ലാബ് പ്രൊവൈഡ് ചെയ്ത സ്പീക്കേഴ്സ് അതിനെക്കാട്ടിയും ക്വാളിറ്റി നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്തത്. പിന്നെ നമുക്ക് സിനിമാസും എന്താണേലും നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തെന്ന് തോന്നി. വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു എഞ്ചിനീയർ ഒന്നും ഇല്ലാതെ ഞാൻ വെച്ച വീടാണ്. പണ്ട് തൊട്ട് ഉണ്ടായിരുന്ന കൺസെപ്റ്റുകളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്ലാനൊക്കെ ഞാൻ തന്നെ വരച്ച് ആണ് ഞാൻ ഈ വീട് വെച്ചത്. ഇതിന്റെ എല്ലാം ഇന്റീരിയർ ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ സ്വയം ചെയ്തതാണ്. അപ്പൊ ഈ വീടിന് ചേരുന്ന തരത്തിലുള്ള ഒരു തിയേറ്റർ ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി വേറൊരു റൂം ഇപ്പം അടുത്ത കാലത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഏകദേശം 30 അടി നീളം, 10 അടി വീതിയിൽ ഒരു 300 സ്ക്വയർ ഫീറ്റിലുള്ള റൂം ചെയ്തു. അപ്പൊ അതിനെ ആണ് ഈ അജിത്ത് ഈ ഒരു നല്ല രീതിയിൽ, അതായത് എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ നല്ല രീതിയിൽ അതിന്റെ അക്കോസ്റ്റിക്സും സൗണ്ട് പ്രൂഫായിട്ട് വളരെ നല്ലവണ്ണം
കാരണം ഉണ്ടായിരുന്ന ജനലുകളെല്ലാം ഗ്ലാസ് ഒക്കെ മാറ്റി അത് നല്ല രീതിയിൽ ചെയ്തു തന്നു. പിന്നെ വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം നല്ല രീതിയിൽ സാക്ഷാത്കരിക്കാൻ മൈൻഡ് ലാബ് വഴി കഴിഞ്ഞു. മൈൻഡ് ലാബിന് ഇനിയുള്ള ഉദ്യമങ്ങളിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് പ്രോജക്റ്റ് കിട്ടട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തിയേറ്റർ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പ് ചെയ്ത തിയേറ്ററിന്റെ വിശേഷമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.